ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ ഈസി. നമ്മൾ ചാപ്റ്റർ 1 സെക്കൻഡ് 2 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ മുന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം. ടിക്ക് ആൻഡ് കളർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് യു സീ ഇൻ യുവർ ഫാമിലി. ഇവിടെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളെ ഫാമിലിയിൽ നിങ്ങൾ കാണുന്ന ഈ പിക്ചേഴ്സിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യുക, എന്നിട്ട് കളർ ചെയ്യുക. ഇവിടെ എന്താ ചെയ്യുന്നത്? ഗ്രാൻഡ്മ കുട്ടിക്ക് എന്ത് ചെയ്യുന്ന? മുടിയൊക്കെ വൃത്തിയാക്കി കൊടുക്കുക അല്ലെ? ചീകി വൃത്തിയായി കെട്ടി കൊടുക്കാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പിക്ചറിൽ എന്താ കാണിക്കുന്നത്? അച്ഛൻ തുണികളെല്ലാം ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാൻ വിട്ടുകയാണ് അല്ലേ? ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ താഴെ ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? കളർ ചെയ്യുകയും ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൂപ്പൻ ഗ്രാൻഡ് ഫാദർ കുട്ടീനെ കുളിപ്പിച്ചു കൊടുക്കാണ് അല്ലേ? ഇവിടെ എന്താണ്? ഇതാ ഒരു മദറും ഉണ്ട്, ഗ്രാൻഡ് മദറും ഉണ്ട് അല്ലെ? അവര് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ആ അമ്മ ഗ്രാൻഡ് മദറിനെ ഹെൽപ്പ് ചെയ്യാണ് അല്ലേ? അച്ഛനും കുട്ടി എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ചെയ്യാണ് കുക്കിങ്ങില് അല്ലെ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇവിടെ എന്താ ചെയ്യുന്നത്? അമ്മയും കുട്ടികളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബുക്സ് ഒക്കെ വായിച്ചിട്ട് ഇരിക്കുകയാണ് അല്ലെ? ഇതിലെ എന്ത് പിക്ചർ ആണ് നിങ്ങളെ വീട്ടിൽ ഫാമിലിയിൽ കാണുന്നതെങ്കിൽ അതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക, കളർ ചെയ്യുക. In our homes, we do many activities together. I have long hair. My dadji oils my hair and braids it in the morning before I leave for school. നമ്മൾ പറയുന്നത് ഞങ്ങളെ വീട്ടില് പല ആക്ടിവിറ്റീസുകളും എന്താണ് ഒരുമിച്ചിട്ടാണ് ചെയ്യാറുണ്ട്. ഐ ഹാവ് ലോങ് ഹെയർ. എനിക്ക് നല്ല നീളമുള്ള മുടിയാണ്. എന്ത് ചെയ്യാറുണ്ട്? എന്റെ ദാദിജി എന്ത് ചെയ്യും? അതില് ഓയിലൊക്കെ തേച്ച് തന്നിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യാറുണ്ട്? എനിക്ക് കെട്ടിത്തരും. ഷീ ഹംസ് എ സോങ് വൈൽ ഷീ ഈസ് ഡൂയിങ് ദിസ്. മുത്തശ്ശി അത് മുടിയെല്ലാം വൃത്തിയാക്കി തരുമ്പോ എന്ത് ചെയ്യാറുണ്ട്? ഒരു മൂളിപ്പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ടാണ് ചെയ്യാറ്. ഇറ്റ് ടേക്സ് മീ ഹാപ്പി ടു ലിസൺ ടു ഹെർ. അതെനിക്ക് എന്താണ്? കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഐ ഹാവ് ലേൺഡ് മെനി സോങ്സ് ഫ്രം ഹെർ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മുത്തശ്ശിയിൽ നിന്ന് ഒരുപാട് സോങ്സ് അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് ബെല്ല. My parents helps each other in all the houseworks, from cooking and cleaning to shopping for groceries. എന്റെ വീട്ടിലെ പാരന്റ്സ് എല്ലാം പരസ്പരം വീട്ടുജോലികളെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തൊക്കെ? കുക്ക് ചെയ്യുന്നതിനും ഷോപ്പ് ചെയ്യുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? പരസ്പരം ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളും ഇത് അച്ഛനാണെങ്കിലും പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ പരസ്പരം എന്ത് ചെയ്യാറുണ്ട്? ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ? കുക്ക് ചെയ്യുന്നതിനും. നിങ്ങളെ വീട്ടിൽ ആരൊക്കെ? അച്ഛനോ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറില്ലേ? അതുപോലെ വീട് ക്ലീൻ ചെയ്യാനും നിങ്ങളും ഹെൽപ്പ് ചെയ്യാറില്ലേ? ക്ലീൻ ചെയ്യാനൊക്കെ, വീട് ക്ലീൻ ചെയ്യുന്നതിനും വെജിറ്റബിൾ എല്ലാം എന്ത് ചെയ്യാൻ വൃത്തിയാക്കി കൊടുക്കുന്നതിനും ഗ്രോസറീസ് ഷോപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കഴിയുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മയ്ക്കും അച്ഛനും ഗ്രാൻഡ് പാരന്റ്സിനും ഒക്കെ ചെയ്തു കൊടുക്കണം അല്ലെ? സുഖമില്ലാത്ത ആരെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? വെള്ളം കൊണ്ടു കൊടുക്കാനോ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനോ അവരെ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിനോ ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങളെ സഹായിക്കണം. My dadji loves gardening. Bangu Bhaiya and I help our parents and grandparents with some of their works every day. ദാദിജിക്ക് എന്താണ്? ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമാണ് അല്ലെ? പൂന്തോട്ടത്തിലൊക്കെ ചെയ്യുന്നതിന് വളരെ ഇഷ്ടമാണെന്നാ പറയുന്നത്. ബംഗു ബയ്യയും ഞാനും എന്ത് ചെയ്യാറുണ്ട്? ഗ്രാൻഡ് പാരന്റ്സിനെയും പാരന്റ്സിനൊക്കെ ഒരുപാട് സഹായിക്കാറുണ്ട്. എവരി ഡേ വർക്കുകളിൽ ദിവസേന ചെയ്യുന്ന നമ്മളെ വർക്കുകൾ ഉണ്ടാവില്ലേ? അതിലെല്ലാം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ അതുപോലെ ചെയ്യാറില്ലേ? വെരി ഗുഡ്. ചെയ്യാറില്ലെങ്കിൽ ഇന്നു മുതൽ ചെയ്തു തുടങ്ങണം കേട്ടോ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ്, ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയോ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ അതുപോലെ നിങ്ങളെ ഷൂ എല്ലാം പോളിഷ് ചെയ്യുക, ഡ്രസ് എല്ലാം മടക്കി നല്ല വൃത്തിയാക്കി ഷെൽഫിൽ വെക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം, മിടുക്കന്മാരും മിടുക്കികളുമായിട്ട്. ഓക്കെ. Bangu Bhaiya helps in cleaning and chopping vegetables while I help my dadiji in the garden. ബംഗു ബയ്യ എന്താണ്? കുറച്ചുകൂടി വലിയ കുട്ടിയാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാറുണ്ട്? ക്ലീനിങ്ങിനും
മറ്റേ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാനൊക്കെ സഹായിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന ബെല്ല പറയുന്നത്, ഞാൻ ദാദിജി മുത്തശ്ശനെ പോയിട്ട് ഗാർഡനിലെ പൂന്തോട്ടത്തില് സഹായിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. One of our closest friends is Munni. She and her mother Kusum Mausi, mother's close friend who is like a sister. വീട്ടിലെ ഒരു പറയുന്നത് ബെല്ല പറയാണ്, ഞങ്ങളുടെ കുറച്ച് നല്ല ഫ്രണ്ട്സുകളിലെ ഒരു ഫ്രണ്ടാണ് മുന്നി. മുന്നിയുടെ അമ്മയുടെ പേരാണ് കുസും മൗസി. കുസും മൗസി എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മയുടെ ഒരു നല്ല ഫ്രണ്ടാണ്. അമ്മയുടെ ഫ്രണ്ട് മാത്രല്ല, അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു സിസ്റ്ററിനെ പോലെയാണ് ആ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഞങ്ങളെ വീടിന്റെ വളരെ അടുത്താണ് ഈ കുസും മൗസി താമസിക്കുന്നത്. കുസും മൗസി ഈസ് ആൻ എക്സലന്റ് കുക്ക്. നല്ല ഒരു കുക്ക് കൂടിയാണ്. നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്. She makes delicious sweets and special dishes for us during festivals. ഫെസ്റ്റിവൽ സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഡിഷസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാറുണ്ട്. She and Munni joined us in all the festivals at our house. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ഫെസ്റ്റിവലിലും എന്ത് ചെയ്യാറുണ്ട്, കുസും മൗസിയും അവരുടെ മകളായിട്ടുള്ള മുന്നിയും ജോയിൻ ചെയ്യാറുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ നമ്മളെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും എല്ലാം നൈബേഴ്സിനെയൊക്കെ നമ്മള് ജോയിൻ ചെയ്യിക്കാറുണ്ട് അല്ലെ. നമ്മൾ എല്ലാരും ഒരുമിച്ചിട്ടല്ലേ ചെയ്യാറ്, സെലിബ്രേറ്റ് ചെയ്യാറ്. മുന്നി ഈസ് വെരി ഗുഡ് അറ്റ് മേക്കിംഗ് രംഗോളി. മുന്നി എന്താണ്, വളരെ നന്നായിട്ട് രംഗോളി ഇടും. രംഗോളി എന്താ അറിയില്ലേ, നമ്മള് ഫ്ലവേഴ്സ് വെച്ചിട്ടോ കളറുകളൊക്കെ വെച്ചിട്ട് നമ്മള് ഇടാറില്ലേ രംഗോളി. ഷീ യൂസസ് കളേഴ്സ് മെയ്ഡ് ഫ്രം ഡിഫറെന്റ് ഡ്രൈഡ് ഫ്ലവേഴ്സ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രൈഡ് ഫ്ലവേഴ്സിനെല്ലാം ആ കളേഴ്സ് ഉപയോഗിച്ചിട്ട് രംഗോളി ഇടാറുണ്ട്. On some occasions, she uses leaves and flowers too. ചില ഒക്കേഷനിൽ എന്ത് ചെയ്യാറുണ്ട്, ലീവ്സും ഫ്ലവേഴ്സും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. I love to help her. എനിക്ക് എന്ത് ചെയ്യാൻ, അവളെ ഹെൽപ്പ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് എന്നാണ് ബെല്ല പറയുന്നത്. കണ്ടോ, ഈ പിക്ചറിൽ കണ്ടോ, ദാ മുന്നി എന്ത് ചെയ്യുന്നുണ്ട്, രംഗോലി ഇടുകയാണ്. മുന്നിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ബെല്ലയുണ്ട്. ബെല്ലയുടെ കൂടെ ആരുണ്ട്, ബെല്ലയുടെ പെറ്റും ഉണ്ട് അല്ലെ. ഇതെല്ലാം നോക്കി കണ്ടിട്ട് ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹൗ ഡു യു ഹെൽപ്പ് യുവർ ഫാമിലി? നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാറ്? I help my family by doing small tasks like cleaning room, setting the table, helping with grocery shopping, etc. അല്ലേ? വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കാറില്ലേ? എന്തൊക്കെയാണ്? റൂം ക്ലീൻ ചെയ്യുക, ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ? ഗ്രോസറീസ് ഒക്കെ ഷോപ്പ് ചെയ്യുമ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യാറില്ലേ? അതാണ് പറയുന്നത്. I help my grandparents by giving them their spectacles, medicines, etc. ഗ്രാൻഡ് എങ്ങനെ ഹെൽപ്പ് ചെയ്യാറ്? അവർക്ക് വേണ്ട കണ്ണടകളും മെഡിസിൻസും ഒക്കെ എടുത്തു കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Some people in the family need special care and support like grandparents, small children or someone who is sick. ഡു യു ഹെൽപ്പ് ദം? വീട്ടിൽ ചില സമയത്തൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾ വരാറുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. ആരൊക്കെയും ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു അനിയത്തിമാരോ അനിയന്മാരോ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും വീട്ടില് അല്ലെ. അവർക്കൊക്കെ നമ്മളെ ഹെൽപ്പ് വേണ്ടി വരും. ഇല്ലെങ്കിൽ ആരെങ്കിലും സിക്ക് ആയിരിക്കുമ്പോൾ അല്ലെ, വേലാസുഖങ്ങളൊക്കെ വന്നിട്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയാ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ? ഐ ഹെൽപ്പ് മൈ ഗ്രാൻഡ് പാരന്റ്സ് ബൈ സ്പെൻഡിങ് ടൈം വിത്ത് ദം, listening to the stories and helping them with a simple task like bringing water and their glasses. ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ എങ്ങനെ സഹായിക്കാറെന്നാ പറയുന്നത്? അവർ പറയുന്ന സ്റ്റോറികളൊക്കെ നമ്മൾ കേൾക്കാൻ ലിസൺ ചെയ്ത് ചെയ്യാറുണ്ട് അല്ലെ, കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ അവരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളിലൊക്കെ എന്തുപോലെ, അവർക്ക് വെള്ളം വേണമെങ്കിലും അവര് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ എടുത്തു കൊടുക്കുക, കണ്ണടകള് എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ മെഡിസിൻസ് ഒക്കെ വേണമെങ്കിൽ എടുത്തു കൊടുക്കുക. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നമ്മള് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. I play with them, help them with work and keep them safe. പിന്നെ വേറെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് നിങ്ങള്? അവരെ കൂടെ കളിക്കാറുണ്ട്. പിന്നെ എന്തിനാ, അവരെ ഹോംവർക്ക് ഒക്കെ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അവരെ സേഫ് ആയിട്ട് ഇരിക്കാനല്ലേ, അവര് വികൃതി കാണിക്കുമ്പോഴൊക്കെ നമ്മൾ അവരെ സേഫ് ആക്കാനും അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? If someone in my family is sick, I help by giving them their medicines on time, offering them comfort and being
quiet around them so they can rest. അല്ലെ, ആരെങ്കിലും വെയ്യാതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ഇങ്ങനെ നല്ല സൗണ്ട് ഉണ്ടാക്കി ഒച്ചയൊക്കെ ഉണ്ടാക്കുവോ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അല്ലെ, അവർക്ക് നിന്നൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. സൈലന്റ് ആയിട്ട് ഇരിക്കണം. അവർക്ക് വേണ്ട മെഡിസിനോ എന്താ വേണ്ടതെന്ന് വെച്ച് നമ്മൾ അവർക്ക് അതൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, what all have you learned from your family and from home? നിങ്ങളെ ഫാമിലിയിൽ നിന്ന് എന്തൊക്കെയാ പഠിക്കുന്നത്, എന്തൊക്കെയാ പഠിച്ചതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് പഠിച്ചതെന്ന് വെച്ചാൽ അതൊക്കെ എഴുതാം. എക്സാമ്പിൾ, I have learned good manners and values from my grandmother, discipline from my grandfather, importance of sharing things from my mother, and how to play chess from my father. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റി എഴുതണമെങ്കിൽ, നിങ്ങളുടെ ഫാമിലി നിങ്ങൾ വേറെ കാര്യങ്ങളായിരിക്കാം ഓരോരുത്തരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാവുക, അല്ലെ? അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. എന്താ പറയുന്നത് ഇതിൽ പറയുന്നത്? ഗുഡ് മാനേഴ്സും ഒക്കെ എവിടുന്നാ പഠിച്ചത്? ഗ്രാൻഡ് മദറിന്റെ അടുത്തുനിന്നും. ഡിസിപ്ലിൻ ഫ്രം ഗ്രാൻഡ് ഫാദറിന്റെ അടുത്താണ് പഠിച്ചത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയറിങ് തിങ്സ്, സാധനങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം, അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്തുനിന്നും. എങ്ങനെയാണ് ചെസ് കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കളികളൊക്കെ എന്ന് പഠിച്ചത് എന്ത് ചെയ്യുന്നതാണ്? അച്ഛനിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഹാസ് എനിവൺ ലേൺഡ് എനിത്തിങ് ഫ്രം യു? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ യെസ് എഴുതാ, ഇല്ലെങ്കിൽ എന്ത് ചെയ്താ? നോ എഴുതാ. യെസ് ആണെങ്കിൽ എന്ത് എഴുതണം? യെസ്, ഐ ഹാവ് ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു ഓപ്പറേറ്റ് എ മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ്. ഞാൻ എന്റെ ഗ്രാൻഡ് മദറിനെ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. You can draw some more pictures to show how your family members help each other. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എന്ത് ഹെൽപ്പ് ചെയ്യുന്ന കൂടുതൽ പിക്ചേഴ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ വരയ്ക്കാം. Collect some leaves and flowers that have fallen on the ground and create a rangoli. നിങ്ങളുടെ വീടിന് പുറത്തൊക്കെ വീണ് കിടക്കുന്ന ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു രംഗോളി ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് ചെയ്ത് നോക്കുക. ഹൂ ഈസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വയസ്സായിട്ടുള്ള ആളാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് ഇവിടെ എഴുതുക. ഹൂ ഈസ് ദ യങ്ങസ്റ്റ് പേഴ്സൺ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിലെ യങ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ആളാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് എന്ത് ചെയ്യണം? ഇവിടെ എഴുതുക. ഹൂ ഈസ് ദ ടോളസ്റ്റ് പേഴ്സൺ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ആളാരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് എന്ത് എഴുതണം? നിങ്ങൾ അവിടെ എഴുതണം. ഡു യു ഹാവ് എനി മെമ്പേഴ്സ് ഇൻ യുവർ ഫാമിലി ഹൂ ഡു നോട്ട് ലിവ് വിത്ത് യു? ഹൂ ആർ ദേ ആൻഡ് വേർ ഡു ദേ ലിവ്? ഹൗ ഓഫൺ ഡു യു മീറ്റ് ദം? ചിലപ്പോൾ നിങ്ങളുടെ അങ്കിളോ ആന്റിയോ ആരെങ്കിലും നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, താമസിക്കുന്നുണ്ടാവില്ല, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? യെസ്, വേണമെങ്കിൽ മൈ അങ്കിൾ എന്നാണെങ്കിൽ അങ്കിൾ എന്താ ഇത്, ആന്റിയോ ആരാണെന്നെങ്കിൽ അവിടെ ആ പേര് എഴുതാം. മൈ അങ്കിൾ ഡു നോട്ട് ലിവ് വിത്ത് us. ഈ ലിവ്സ് ഇൻ എവിടെയാണെങ്കിൽ അവിടെ എഴുതാം. ഡൽഹി എന്നോ ഇല്ലെങ്കിൽ വേറെ ഏതാ സ്ഥലം എന്ന് വെച്ചാൽ അവിടെ ആ സ്ഥലത്തിന്റെ പേര് എഴുതാം. ഹി വിസിറ്റ്സ് അവർ ഹോം ഓൺ വീക്കെൻഡ്സ് ഓർ ഹോളിഡേയ്സ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ മാറ്റി എഴുതാം. വാട്ട് ആർ ദ നെയിംസ് ഓഫ് യുവർ ഫ്രണ്ട്സ് ഹൂ പ്ലേ വിത്ത് യു അറ്റ് ഹോം ഓർ ഇൻ യുവർ നൈബർഹുഡ്? നിങ്ങളുടെ കൂടെ കളിക്കുന്ന ഫ്രണ്ട്സ് ഇല്ലേ, ആ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഇവിടെ എഴുതുക. എന്തൊക്കെയാവും? ചിലപ്പോ യാദവ് എന്നോ അക്ഷയ് എന്നോ എന്താണെങ്കിലും നിങ്ങള് ബിനു എന്നോ എക്സെട്ര എന്താണെങ്കിലും അവരുടെ ഫ്രണ്ട്സിന്റെ പേര് എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? നിങ്ങൾ എവിടെയാ കളിക്കുന്നത്? എവരി ഈവനിങ് വി ആൾ പ്ലേ ഇൻ ദ നൈബർഹുഡ് പാർക്ക് എന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. At the picture below and write down Bella's relationship with other members of her family. അത് നിങ്ങൾക്ക് അറിയാലേ ഓരോരുത്തരെയും. ഇതാരാണ്? ബെല്ലയുടെ എൽഡർ ബ്രദർ അല്ലെ? പിന്നെ ഗ്രാൻഡ് മദർ, ഇതാരാ? ഗ്രാൻഡ് ഫാദർ. അപ്പൊ ഇവിടെ ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതുക. ഇത് യങ്ങർ ബ്രദർ. പെറ്റ് അല്ലെ, ഇത് പെറ്റാണ്. ഇതാരാണ്? ആന്റി, മദർ, ഫാദർ. അപ്പൊ അതുപോലെ എഴുതുക.
Draw a picture of the members of your family and write your relationship with them. You can look at the example of given on the page 13. നിങ്ങൾ നിങ്ങളെ വീട്ടിലെ മെമ്പേഴ്സിന്റെ ചിത്രങ്ങളൊക്കെ പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ട് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ ഇതുപോലെ എഴുതുക. Write down the name of relatives who visit your family. How are they related to you? Name of the relatives-ന്റെ പേര് എന്ത് എഴുതണം? ഈ കോളത്തിൽ എഴുതുക. How are you related? അവരുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് റിലേറ്റഡ് ആവണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ഈ കോളത്തിൽ എഴുതുക. What do you call them? അവരെ നിങ്ങൾ എന്താ വിളിക്കാറെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേര് എഴുതാനായി ഇവിടെ കോളങ്ങളിൽ എഴുതുക. നെക്സ്റ്റ് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട്. വർക്ക്. ഹൂ ഡസ് ഇറ്റ്? അല്ലെ, ഈ തന്നിരിക്കുന്ന ജോലികളെല്ലാം നിങ്ങളെ വീട്ടിൽ ആരാണ് ചെയ്യാറെന്ന് വെച്ചാ അത് എഴുതുക. കുക്കിംഗ് ഫുഡ്. ആരാ ഫുഡ് വീട്ടിൽ കുക്ക് ചെയ്യാറ്? അമ്മയോ അച്ഛനോ ഇല്ലെങ്കിൽ ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ ആരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് അവര് എഴുതുക അവിടെ. വാട്ടറിംഗ് പ്ലാന്റ്സ്. ആരാണ് നിങ്ങളുടെ വീട്ടിൽ ആരാ വാട്ടറിംഗ് പ്ലാന്റ്സ് ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കാന്ന് വെച്ചാൽ അവിടെ എഴുതാം. മീ ആൻഡ് സിസ്റ്റർന്നോ ബ്രദർന്നോ. മെൻഡിങ് തിങ്സ്. റിപ്പയറിംഗ് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, സ്വിങ് ബട്ടൺസ് എക്സെട്ര. ഇതൊക്കെ ആരാ ചെയ്യാറ്? മദർ ആണെങ്കിൽ മദർ എന്ന് എഴുതുക. ഗ്രാൻഡ് ഫാദറോ ഇല്ലെങ്കിൽ ഫാദറോ ആരാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതുക. ക്ലീനിങ് ദ ഹൗസ്. ആരാ ക്ലീൻ ചെയ്യാറെന്ന് വെച്ചാൽ അത് എഴുതുക. ചിലപ്പോ ആൾ ഫാമിലി മെമ്പേഴ്സും ചെയ്യാറുണ്ടാവുമായിരിക്കും അല്ലെ ക്ലീൻ. ബൈയിങ് തിങ്സ് ഫ്രം ദ മാർക്കറ്റ്. ആരാ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറ്? ഫാദർ ആണെങ്കിൽ ഫാദർ എന്ന് എഴുതുക. ഫൺ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇറ്റ് വാസ് എ ഹോളിഡേ. ഇതൊരു ഹോളിഡേ ദിവസമായിരുന്നു, ഒരു അവധി ദിവസമായിരുന്നു. We all went to the park with our ദാദിജി. ദാദിജിയുടെ കൂടെ ഞങ്ങൾ എങ്ങോട്ട് പോയി? പാർക്കിലേക്ക് പോയി. When we reached there, many of our friends were playing പിറ്റു. അവിടെ എന്തായിരുന്നു? എന്റെ ഒരുപാട് ഫ്രണ്ട്സ് പിറ്റു കളിക്കുന്നുണ്ടായിരുന്നു. നിക്കു, റിൻകി, രോഹിത്, റോണി ആൻഡ് Tara were calling out to each other to run fast and place the stone quickly. എന്താ ഈ പിറ്റു ഗെയിം എന്താണെന്നറിയോ? ഇവിടെ ഇങ്ങനെ കാണുന്നില്ലേ? ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ മേലേക്ക് അടുക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ബോൾ ഉപയോഗിച്ചിട്ട് ആ കല്ലുകൾ നമ്മൾ എറിഞ്ഞു വീഴ്ത്തും. എന്നിട്ട് ഓടി അത് എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യണം. വീണ്ടും അതുപോലെ വെക്കണം. അങ്ങനെയുള്ള ഒരു കളിയാണ്. നിങ്ങളെ നാട്ടിലൊക്കെ ഈ കളിയുണ്ടോ? അതിന് വേറെ എന്തെങ്കിലും പേരായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. ചട്ടിപ്പന്ത് എന്നോ അങ്ങനെയൊക്കെ പല നാട്ടിലും പല പേരാണ് പറയുന്നുണ്ടാവുക. പലതരം കളികളാണ് പല നാട്ടിലും ഉണ്ടാവുക. ജോയിൻ ദം ആൻഡ് മേഡ് 2 ടീംസ്. അവരുമായിട്ട് ജോയിൻ ചെയ്തിട്ട് 2 ടീമുകൾ ഉണ്ടാക്കി. ദാദാജി ബ്രോട്ട് എ ബോൾ. ദാദാജി എന്ത് ചെയ്തു? ഒരു ബോളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നവര്? He hit the stones and scattered them all. ദാദാജി ആ സ്റ്റോണിലേക്ക് ആ പന്തിനെ എറിഞ്ഞിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ കല്ലുകളൊക്കെ സ്കാറ്റേർഡ് ആയി പോയി തെറിച്ചു പോയില്ലേ? ചിഹ്നം പിന്നെ അതായി. We ran to pile the stones as fast as we could. Rohit, Nikku and Roni tried to hit us with the ball to make us lose. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഓടിപ്പോയിട്ട് വീണ്ടും ആ സ്റ്റോൺസിനെയൊക്കെ അതുപോലെ അടുക്കി വെക്കാൻ ശ്രമിക്കുമ്പോൾ രോഹിത്തും നിക്കും റോണിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബോള് എറിഞ്ഞിട്ട് അതിനെ വീണ്ടും എറിഞ്ഞു വീഴ്ത്താൻ വേണ്ടിട്ട് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫൺ. വി ബിഗാൻ ടു ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. പക്ഷെ എന്താന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്ത? ടയേർഡ് ആയി പോയി. We began to feel tired after some time. So Dadaji asked us to rest for a while. അപ്പൊ ദാദാജി എന്താ പറഞ്ഞ? നിങ്ങൾ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. After about 20 minutes, he brought us some ice cream. ദാദാജി പോയിട്ട് എന്ത് ചെയ്തു? 20 minutes ഒക്കെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നു. Soon it began to get dark and we went home. പതുക്കെ എന്ത് ചെയ്യാവുന്ന രാത്രിയാവാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തു? രാത്രിയാവുന്നത് കണ്ടപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. We had a lot of fun playing, laughing and eating together. ഞങ്ങൾക്ക് ഒരുപാട് കളികളെ അങ്ങനെയാണല്ലേ, ഒരുപാട്
ചിരികളും സന്തോഷവും തമാശയും ഒരുമിച്ചിരുന്നുള്ള കഴിക്കലും മീറ്റിംഗിലെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് വളരെ സന്തോഷാണ് അല്ലേ ഈ കളികൾ എന്ന് പറയുന്നത്. അങ്ങനെ അവർക്കും അത് വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡു ഫാമിലി മെമ്പേഴ്സ് ഷോ ദർ ലവ് ആൻഡ് കെയർ ഈച്ച് അതർ? എങ്ങനെയാണ് ഫാമിലി മെമ്പേഴ്സ് അവരെ കെയറും ലവും ഒക്കെ എങ്ങനെയാ കാണിക്കാറുള്ളത്? Family members show their love and care in many ways. They help each other with tasks, spending time together, offer support during difficult times, and listen to each other's problems. അല്ലെ ഫാമിലിയിലെ ഉള്ളവർ എന്താ ചെയ്യാറ്? ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. അവര് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ അല്ലെ ജോലികളൊക്കെ എന്ത് ചെയ്യാറ്? ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അവസരം വരുമ്പോൾ അവര് നമ്മൾക്ക് ചുറ്റുമുള്ളവരെ എന്ത് ചെയ്യാറുണ്ട്? സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ? അവരെ പ്രോബ്ലംസ് ഒക്കെ കേൾക്കാറുണ്ട്. പിന്നെ എങ്ങനെയാണ്? സിമ്പിൾ ജസ്റ്റേഴ്സ് ലൈക്ക് കുക്കിംഗ് മീൽസ്, ഗിവിംഗ് എ ഹഗ് ഓർ സേയിങ് കൈൻഡ് വേർഡ്സ് ആൾസോ ഷോ ലവ് ആൻഡ് കെയർ. കുക്കിംഗ് മീൽസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ? കുക്കിങ്ങിലൊക്കെ സഹായിക്കും. അതുപോലെ നമുക്ക് അവരെ എന്ത് ചെയ്യും? ഒന്ന് ഹഗ് ചെയ്യുക. അതുപോലെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നല്ല നല്ല വാക്കുകൾ പറയുക അല്ലെ? Each other feel valued and appreciated by being there when needed. നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലെ? അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്താറുണ്ട്. വാട്ട് ഗെയിംസ് ഡു യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ ഫ്രണ്ടുമായിട്ട് എന്തൊക്കെ ഗെയിംസാ കളിക്കാറ്? I like to play a variety of games with my friends like hide and seek, cricket, football, kabaddi, etc. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അത് എഴുതാം. What do you learn from elders in your family? നിങ്ങളുടെ ഫാമിലിയിലെ എൽഡേഴ്സ് നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? Elders in my family teach me many valuable lessons. എന്തൊക്കെയാണ്? They share their experience, stories, traditions, helping us understand our culture and values. അല്ലെ? നമ്മളെ കൾച്ചറും ട്രഡീഷനും ഒക്കെ മനസ്സിലാക്കുന്നതിനും അവരുടെ ഓരോ എക്സ്പീരിയൻസുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലെ? They teach me life skills like patience, respect, kindness, and how to face challenges. നമുക്ക് പേഷ്യൻസ് അല്ലെ? ക്ഷമ, നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരെ റെസ്പെക്ട് ചെയ്യേണ്ടത്, കൈൻഡ്നെസ് പറഞ്ഞാൽ എന്താണ്? ദയ അല്ലെ? നമുക്ക് അതൊക്കെ നമ്മൾ എവിടുന്നാ പഠിക്കുന്നത്? ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത്. വേറെ എന്താണ്? ഹൗ ടു ഫേസ് ചാലഞ്ചസ്. നമ്മൾ വലുതായി വരുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും വലുതായി വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ ഫാമിലിയിലെ എൽഡേഴ്സിൽ നിന്നാണ്. ഡ്രോ സം ഓഫ് ദ ഹാപ്പി മൊമെന്റ്സ് യു എൻജോയ് ടുഗദർ വിത്ത് യുവർ ഫാമിലി. നിങ്ങളെ ഫാമിലി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത ഹാപ്പി മൊമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ ഡ്രോ ചെയ്യാം. We are for many others who are not in our family. Who are they? How do we care of? നമ്മളെ വീട്ടിൽ നമ്മളെ ഫാമിലിയിൽ ഇല്ലാത്ത പലരെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കെയർ ചെയ്യാറുണ്ട് അല്ലെ? അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലെ? ആരൊക്കെയാണ് അങ്ങനെ ആരൊക്കെയാണ് അത്? നൈബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ? നൈബേഴ്സ് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ഒക്കെ സിക്ക് ആയാലൊക്കെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറില്ലേ? വേറെ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? നമ്മളെ ചുറ്റുവട്ടത്തുള്ള നമ്മളെ ആരെങ്കിലും പരിചയക്കാർക്കൊക്കെ ടൂൾസോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. വെള്ളം കൊടുക്കാറുണ്ട് അല്ലെ? ഉള്ള ചെടികളൊക്കെ നമ്മൾ ചിലപ്പോൾ നനച്ചു കൊടുക്കാറുണ്ടാവും. നിങ്ങളെ നൈബേഴ്സ് അവിടെ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? നിങ്ങൾ ഫേവറേറ്റ് ടോയ്സ് ഷെയർ ചെയ്യാറുണ്ടായിരിക്കും. നിങ്ങളൊപ്പം കളിക്കാറുണ്ടായിരിക്കും. അതുപോലെ ഫുഡൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറില്ലേ നിങ്ങൾ പലരുമായിട്ടും? അവര് നമ്മളെ ഫാമിലിയിൽ ഉണ്ടായിട്ടൊന്നുമല്ല നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ 5 വേർഡ്സ് റിലേറ്റഡ് ടു ഗെയിംസ് ഇൻ ദ ഗ്രിഡ് ബിലോ. ഗെയിംസ്, ഇവിടെ കുറച്ച് ഗെയിംസുകളുടെ പേര് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. ലൂഡോ അല്ലെ? ദാ ഇവിടെ ലൂഡോ എന്നുണ്ട്. പിന്നെ ഉണ്ട് ബോൾ ഉണ്ട്. പിന്നെ ബാറ്റ് ഉണ്ട്. പിന്നെ ചെസ് അല്ലെ? നിങ്ങൾക്ക് കാണാനില്ലേ? ചെസ് ഇവിടെ എല്ലെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൂഡോ,
തേർഡ് റോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബോള് എന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ BAT ബാറ്റ്. നിങ്ങൾക്കത് അങ്ങനെ സർക്കിൾ ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ. ഇതിനു മുന്നുള്ള വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവര് പോയി കാണുക. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോ കിട്ടണമെന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുന്നതായിരിക്കും.